മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ക്രമക്കേടും അഴിമതിയും തടയാൻ നേരിട്ടിടപെടുകയാണ് ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഫണ്ട് അക്കൗണ്ടുകൾ ഇടപാടുകളൊക്കെ തന്നെയും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് ക്രിഫ്റ്റയെ ചുമതലപ്പെടുത്തി. ഇപ്പോൾ ശബരിമലയിൽ അടുത്ത സീസണിന് മുൻപായിട്ട് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യണമെന്നും കോടതി പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രത്യേകിച്ച് ശബരിമലയിൽ അഴിമതിയും ക്രമക്കേടുമൊക്കെ തന്നെ കണ്ടുമടുത്ത് ഹൈക്കോടതി നേരിട്ടിറങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ അവിടുത്തെ ഇടപാടുകൾ പൂർണ്ണമായും സുതാര്യമാക്കുന്നതിന് വേണ്ടി ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കിറ്റ്ഫ്രയെയാണ് അതിന് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സീസണിന് മുൻപ്, അതായത് അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുൻപ് ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമയക്രമങ്ങൾ നിശ്ചയിച്ച് എങ്ങനെയായിരിക്കണം അതിനുള്ള സോഫ്റ്റ്വെയർ അടക്കം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു സമയക്രമം അറിയിക്കാനാണ് ഇപ്പോൾ കിറ്റ്ഫ്രയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തയാഴ്ച അതിനുള്ള തീരുമാനം കോടതിയെ അറിയിക്കണമെന്നാണ് കിറ്റ്ഫ്ര ഉദ്യോഗസ്ഥർക്ക് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇന്ന് കിറ്റ്ഫ്രയുടെയും കെ സ്മാർട്ടിന്റെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയിൽ ഓൺലൈനായി ഹാജരായിരുന്നു. എന്താണ് നമ്മൾ ഈ കെ സ്മാർട്ടിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ഫണ്ട് അക്കൗണ്ടുകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. വലിയ ചോർച്ച ശബരിമലയിലെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. അതിനി അനുവദിച്ച് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തിരിക്കുന്നത്. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. ഇപ്പോഴും പലതും കടലാസുകളിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കടലാസുകളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടം പോലെ അവിടെ കൃത്രിമം നടത്താൻ കഴിയും. അതിപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇത്ര ശക്തമായ ഇടപെടൽ വരുത്തുന്നത്. അടുത്ത സീസണിന് മുമ്പ് ശബരിമല പൂർണ്ണമായും അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കണം എന്ന ഉറച്ച സ്വരത്തിൽ ഹൈക്കോടതി മുന്നോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.